ധന്യമീ ജീവിതത്തിൽ ഇന്ന് സംസാരിക്കുന്നത് കുറച്ച് രാഷ്ട്രീയം ആണ്. 1200 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഏകദേശം ഊഹിക്കുകയാണ്. അമൃത ചാനലിൽ 16 കൊല്ലത്തെ സംസാരിച്ചു. ഇതിനോട് ചേർത്ത് ചിന്തിക്കുന്നവരുണ്ട്. ഇതുവരെയും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അപ്പം ഇന്നിപ്പോൾ കുറച്ച് രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കുകയാണ്. കുട്ടിക്കാലം മുതൽക്കേ ഈ രാഷ്ട്രീയം കാണുകയും കേൾക്കും ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൽ, പട്ടാമ്പിയിലെ കിഴായൂർ ഗ്രാമത്തിൽ പല കക്ഷിക്കാരുമുണ്ട്. മുറ്റത്തിരുന്ന് അച്ഛനുമായിട്ട് സംസാരിക്കുന്ന ചില കക്ഷിക്കാരുണ്ട്. അച്ഛൻ അധ്യാപകനായിരുന്നു. ഒരു കക്ഷിയിലും പെട്ട ആള് അല്ല. പറഞ്ഞ ന്യായം നമുക്കെല്ലാവരും വേണം. അങ്ങനെ ഒരു കക്ഷിയുടെ ഭാഗം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് പാടില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനോ അദ്ദേഹം. അന്ന് ഇതേമാതിരി ഈ മീറ്റിങ്ങിന് പോകുമ്പോൾ ഏത് കക്ഷി വിളിച്ചാലും കുറച്ച് കുട്ടികൾ വേണമല്ലോ. അതിൻ്റെ കൂടെ പോയിട്ട് ഏറ്റു വിളിക്കൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കയ്യൊക്കെ മുഴക്കിയിട്ട് എന്ത് പറഞ്ഞാലും സിന്ദാബാദ് എന്നൊരു പറഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ള മറ്റാൾ പറയുമല്ലോ. എല്ലാ കക്ഷിയുടെയും മീറ്റിങ്ങിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിൻ്റെയും പോയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റിൻ്റെയും ഒക്കെ പോയിട്ടുണ്ട്. ഈ 2 പാർട്ടി അന്ന് കാര്യമായിട്ടുള്ളൂ. ആദ്യം പ്രകടനം, പിന്നെ പൊതുയോഗം, ഇങ്ങനെയാണുള്ള പതിവ്. ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇതാണ്. ആദ്യം പ്രകടനം, പൊതുയോഗം. പ്രകടനം ഉണ്ടായിരിക്കുന്നതാണ്, അങ്ങനെ നോട്ടീസ് ഉണ്ടാവില്ല. കാരണം പ്രകടനത്തിന് ശേഷം പൊതുയോഗവും വേണം. ജീവിതം പ്രകടനവും പൊതുയോഗവും ആണ്. നല്ലപോലെ ഒന്നാഴത്തിൽ ചിന്തിക്കുക. ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് വാരിയത്ത് പറമ്പിൽ പ്രകടനവും ഇന്നോടത്തിൽ വെച്ച് പൊതുയോഗവും എന്ന് പറയുമ്പോൾ ഇതറിഞ്ഞിട്ടാണോ ഈ പ്രയോഗം വന്നതെന്ന് അറിഞ്ഞൂടാ. പല പ്രയോഗവും ദൈവീകം ആണ്. അത് എവിടുന്നോ ഈ സ്വരങ്ങൾ വരുന്നതാണ്. പല കക്ഷിക്കാരെയും പല പേരിലും വിളിക്കുന്നത് കേൾക്കാം. എത്ര കറക്റ്റാണ് ആ പേര്. സാക്ഷാൽ സരസ്വതീ ദേവി നേരിട്ടുണ്ടാക്കിയ പേരുകൾ പോലെ തോന്നി. എവിടുന്നോ ഉരുത്തിരിഞ്ഞു വന്ന് ആരോ പറഞ്ഞാണ്. ആരോ പറഞ്ഞൊരു വാക്കാണല്ലോ പിന്നീട് അത് കറക്റ്റ് ആവണത്. ജീവിതത്തിൽ ഇത് രണ്ടും വേണം. നമ്മുടെ ജീവിതത്തിൽ പ്രകടനം അത് വേണം. എന്താ പ്രകടനം? പഠിക്കേണ്ട സമയത്ത് പഠിച്ചു, ജീവിത തത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. പഠിക്കേണ്ട സമയത്ത് പാഠപുസ്തകങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു, പരീക്ഷ എഴുതി. ഇതൊക്കെ പ്രകടനമാണ്. എവിടെങ്കിലൊക്കെ ഒരു വയറ്റുപഴപ്പിനൊരു ഉദ്യോഗം ഉണ്ടാക്കി, പ്രകടനമാണ്. ആ ഉദ്യോഗം നേരാവണ്ണം ഭരിച്ചു. എല്ലാവരും ഉദ്യോഗം ഭരിക്കുന്നവരാവില്ല. ധന്യമീ ജീവിതം കേൾക്കുന്ന ധാരാളം വീട്ടമ്മമാരുണ്ട്. എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഹൗസ് വൈഫാണെന്ന് പറയും. ആ വീട്ടിലെ ആഹാരം ഉണ്ടാക്കൽ മുതൽക്ക് പ്രകടനമാണ്. രാവിലെ എണീറ്റാൽ സ്ത്രീകൾ അടുക്കളയിൽ കയറുന്നു. അടുക്കളയിൽ കയറിയിട്ട്
അവിടെ ഏതൊക്കെ പച്ചക്കറിയാണ് ഉള്ളത് അത് നോക്കിയിട്ടൊരു കൂട്ടാൻ ഉണ്ടാക്കുന്നു. പുരുഷന്മാർ അതിനനുസരിച്ചുള്ള ജോലികൾ അവരും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചാണ്. അവർക്ക് ഒട്ടും ഒഴിവ് കിട്ടില്ല. എനിക്ക് 9 മണി വരെ ഒട്ടും ഒഴിവില്ല. 9 കഴിഞ്ഞാലും ഒഴിവില്ല, അത് വേറെ കാര്യം. 9 വരെ നിവൃത്തിയില്ല. അതിനിടയ്ക്ക് ഫോൺ കോളൊക്കെ വരുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതാണ് പ്രകടനം. സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ ഉള്ളതാണ്. ഉള്ളിലാണ് സ്നേഹം എന്നുള്ള വരി കേൾക്കുക വേണ്ട. ഉള്ളിലെ സ്നേഹം കൊണ്ട് എന്താ കാര്യം? കണ്ടാൽ തല കത്തിയായിട്ട് പോവും, മുഖത്ത് നോക്കില്ല, ചിരിക്കില്ല. ആൾ പറയുന്നുണ്ടാവാം, എനിക്ക് അയാളെ വലിയ കാര്യം കേട്ടോ, ബഹുമാന, അതുകൊണ്ട് ഒന്ന് ചിരിച്ചുകൂടെ, ആ ചുണ്ടൊന്നകത്തിക്കൂടെ. ഈ പ്രകടനത്തിൽ വീട് വെക്കൽ നല്ല പ്രകടനമാണ്. ആയുസ്സിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ആയുസ്സിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ വീട് പണിയലാണ്. പണ്ടേ നമ്മൾ കേൾക്കുന്നതാണ്, ഒരു ജന്മം കൊണ്ട് ഒരു വീടാണ്ട് പണിയും. അത് പണ്ടേ വലിയ ലോണൊക്കെ എടുക്കും. ലോൺ എടുത്തിട്ട് സിറ്റിയിൽ 5 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് ഒരു വീട് വയ്ക്കും. ഇതിൻ്റെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടച്ചു തീരുന്നതിന് മുമ്പ് മകൻ ഉദ്യോഗം കിട്ടി വേറെ സ്ഥലത്ത് പോയി, ഇയാളും ഭാര്യ ഒറ്റയ്ക്കായി. ആ വീടിനൊരു പ്രസക്തിയും വരില്ല. പ്രകടനമാണ് ജീവിതം, എല്ലാവരുടെ ജീവിതം. അത് പ്രകടിപ്പിക്കാൻ ഉള്ളതാണ്. അപ്പോൾ ഭാര്യ അടുക്കളയിൽ പ്രകടിപ്പിച്ചു, ഭർത്താവ് പ്രകടിപ്പിച്ചു, സ്നേഹം പ്രകടിപ്പിച്ചു. ഇതാണ് ഒരു ജന്മത്തിൻ്റെ കാര്യം. കഴിഞ്ഞില്ല. പ്രകടനം കഴിഞ്ഞ പൊതുയോഗോടെ നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്, യോഗം എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത് ഒരു മൈക്കും വെച്ചിട്ട് പ്രസംഗിക്കാന്നല്ല. മൈക്കും വെച്ച് പ്രസംഗിക്കുന്നതും യോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ യോജിക്കൽ ആണ്. യോജിക്കുക, ഇതാണ് യോഗം. അതൊക്കെയുള്ള യോഗമാണ് എന്ന് പറഞ്ഞതിന് വരെ അന്തർലീനമാണ് ഈ അർത്ഥം. ഈശ്വരനുമായിട്ട് നിങ്ങൾ പരമാത്മാവ് എന്ന് വിളിച്ചോളൂ, കോസ്മിക് പവർ എന്ന് വിളിച്ചോളൂ, ഒമിനി പൊട്ടൻറ്റ് വിളിച്ചോളൂ, സർവവ്യാപി എന്ന് വിളിച്ചോളൂ, ഒന്നുമില്ല എന്ന് വിളിച്ചോളൂ. അതുമായിട്ടൊരു യോജിക്കലുണ്ട്. അതാണ് പൊതുയോഗം. ശൂന്യത എന്നാൽ ഞാൻ വെറും കൈയോടുകൂടി വന്ന് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി. ഈ കെട്ടിടങ്ങളും ഈ ഭൂമിയും ഈ വ്യവസായ സ്ഥാപനങ്ങളും ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല പ്രകടനം. പൊതുയോഗോടെ യോഗോടെ യോഗം എന്ന് പറഞ്ഞാൽ ഇതിനോടൊപ്പത്തിനോടൊപ്പം പരമാത്മാവുമായിട്ട് ചേരണം. ഇതൊക്കെ ഞാൻ ചെയ്തു. ഈ യോഗം എന്താണെന്ന് നോക്കിയിട്ടാണ് പരലോകത്ത് വിലയിരുത്തുക. പരലോകത്ത് വിലയിരുത്തുമ്പോൾ പരലോകം ഉണ്ടോ ഇല്ലയോ എന്നല്ല ചോദ്യം. എത്ര സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്, എത്ര പൈസ ബാങ്കിലുണ്ട്, എത്ര വീടുണ്ട്, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രകടനമാണ്. പ്രകടനത്തിന് പ്രാധാന്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഘോഷയാത്രയിൽ എത്ര ആളുണ്ടായിരുന്നു, അതിപ്പോൾ ആരെങ്കിലും എണ്ണീട്ടാ? പണ്ട് വർത്തമാന മധ്യേ എന്തോ ചൊവ്വല് കൃഷ്ണൻകുട്ടിയായിട്ട് മനോരമയിൽ ഇരിക്കുമ്പോൾ ഞാൻ വർത്തമാന മധ്യേ എന്തോ ചോദിച്ചോ പുള്ളിയൊരു തമാശ പറഞ്ഞു. അതൊരു കണക്കാൻ കിട്ടും. നമുക്കൊരു 3000 എഴുതാറുടെ ഒന്ന് ചിലപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു 5000 പേരുണ്ടായിരുന്നു നോക്കാം. വേണ്ട 4500 വെച്ച് പിടിക്കുക. അദ്ദേഹം തമാശ പറഞ്ഞായിരിക്കും. പ്രകടനം വേണം, യോഗവും വേണം.
ആ യോഗം എന്ന് പറഞ്ഞാൽ തത്വചിന്താപരമായ ഒരു കണക്ഷൻ ഒപ്പത്തിനോടൊപ്പം വേണം. ഹോട്ടൽ ഉടമയാണ് കേൾക്കണമെങ്കിൽ ഹോട്ടലിന് പുരോഗതി ഉണ്ടാകണം. ഒരു ഫ്ലാറ്റുള്ള ആൾക്ക് 2 ഫ്ലാറ്റ് വേണം. അതന്നെയാണ് പുരോഗതി. പുരോഗതി എന്നുള്ള വാക്കപ്പം പറഞ്ഞത്. പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താ? പുരോഭാഗത്തേക്കുള്ള ഗതി. അത് ശരി. ഏതാ പുരോഭാഗം? ഉയർച്ച. എന്താണ് ഉയർച്ച? കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിൽ എത്തിക്കുന്നതാണ് യോഗം. അതാണ് പൊതുയോഗം. പ്രകടനവും വേണം, പൊതുയോഗവും വേണം. ഇത് അറിഞ്ഞിട്ടോ അറിയാതെയോ അന്ന് മുതൽക്കേ, കുട്ടിക്കാലം മുതൽക്കേ നോട്ടീസിൽ വായിക്കും, ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് പ്രകടനവും, ആ പ്രകടനം കഴിഞ്ഞ് വൈകുന്നേരം പന്തക്കൽ പറമ്പിൽ വെച്ച് ഇന്ന പൊതുയോഗവും. വലിയ അർത്ഥതലങ്ങൾ ഉണ്ട്. പ്രകടനം വിജയിപ്പിക്കണം. ജീവിതത്തിൽ ഒരിക്കലും പുറകോട്ട് പോകരുത്. വിജയിക്കണം നമ്മുടെ പ്രകടനം. സ്നേഹപ്രകടനം മുതൽക്ക് എല്ലാ പ്രകടനവും. ഒപ്പം യോജിക്കലും വേണം. പരമാത്മാവുമായിട്ട് യോജിക്കണം. ഓരോ കർമ്മത്തിൻ്റെ പിന്നിലും ഇത് വേണം. നമ്മളൊരു സൽക്കർമ്മമാണ് ചെയ്തത്, എനിക്ക് ജീവിക്കണം, അപ്പം അതിൻ്റേതായുള്ളൊരു പ്രതിഫലം എനിക്ക് കിട്ടണം. ഇതാണ് പ്രകടനം. എന്നിട്ടോ, ദൈവമേ, അനർഹമായതൊന്നും ഞാൻ നേടിയിട്ടില്ല കേട്ടോ, അർഹിക്കുന്നത് മാത്രമേ നേടിയിട്ടുള്ളൂ. അത് യോഗമാണ്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമൊന്നും പറയാൻ അറിയില്ല. തുടക്കത്തിൽ ഞാൻ രാഷ്ട്രീയം പറയാന്നൊക്കെ പറഞ്ഞിരുന്നാലും പ്രകടനവും പൊതുയോഗവും എന്ന് പറയുന്നതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അർത്ഥങ്ങളില്ലേ എന്ന് ചിന്തിക്കുക. വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.